ഈ 24 മണിക്കൂറിനുള്ളിൽ ഫുഡും സ്റ്റേയും എല്ലാം ഞാൻ മാനേജ് ചെയ്യണം. अल्लाह बख्श खान I want this what ഹിന്ദി ഹിന്ദി മലയാളിയാണ് തമിഴാണ് തമിഴ് ആ പെണ്ണ് കെട്ടിയത് കൊണ്ട് മലയാളിയായി ഷൂട്ടിംഗ് ചെയ്യുന്നെങ്കിൽ എന്നെ പോലെ ഒരു ഗെറ്റ് മേന ഗെത്ത് യൂത്ത് മേന പിന്നെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യോ ആദ്യം ചെയ്ത് നോക്കാം ഞാൻ പുലി വേഷം ഇത് പറ്റൂല എനിക്ക് പുലി വേഷം കേട്ടോ നിങ്ങൾ കേട്ടോ ഞാൻ കടുവാടെ വേഷം ഞാൻ പുലി ഇല്ല അത് പറ്റൂല പുലി എൻ്റെ പേര് പുലിയാണ് തമിഴ്നാട്ടിലെ മൊഹറമില് നെരുപ്പ് കുളി ചെയ്തിട്ട് അതിൽ ഡാൻസ് ആടും ഞാൻ ഫുള്ളാ പെയിന്റ് അടിച്ച് പുലിയാവും പുലിയായിട്ട് ഡാൻസ് ആടും എൻ്റെ പേര് പുലി കുട്ടി പുലിയെ സാധാരണ പുലിയില്ല കുട്ടി പുലിയെ मीनगा से प्यार करो समंदर से करो उस लहरी से करो ए लड़का लड़की बूढ़ा बूढ़ी ज्यादा लव मत They are loving. That's why, in fact, I took my decision to arrange the marriage. എന്റെ ജോലി എന്താ कपलानी कपलानी थोड़ा कपलानी बच्चे ഞാൻ ആദ്യമായിട്ട് ഞാൻ ചൂൾ കയ്യിൽ പിടിച്ചപ്പോൾ ഒരു ഒറ്റനെ പോലെ ഒറ്റ വന്നു അവൻ വന്നിട്ട് എൻ്റെ ചായ കൊടുത്തു ചോദിച്ചു പിന്നെ അവ ചോദിച്ചെന്ന് പറയും മനസ്സിലായ ലോകത്തിൽ ആരും ജനിക്കില്ല പക്ഷേ ലോകം ഉണ്ടാക്കണം ഇങ്ങനെ ഫ്ലവേഴ്സ് പോകണേ നമ്മൾ ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം റിയാലിറ്റി ഷോ നാട്ട് ഫോർ ദ എല്ലാം എന്നെ വിളിച്ചിട്ട് ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു എൻ്റെ പേര് അല്ലാ ബഖഷ് അല്ലാ ബഖഷ് ഖാൻ ബഗേഷ് ഖാൻ ബഖഷ് ഖാൻ ഞാൻ എന്തിനാ വന്നറിയോ അറിയില്ല ഞാൻ ഇന്നില്ലേ ഈ ദിവസം 1 രൂപയും കൊണ്ട് ജീവിക്കാൻ പോവാ 1 രൂപ കൊണ്ട് ഒരു രൂപ ഞാൻ കൊടുത്തോട്ടെ അതാ പക്ഷേ 1 രൂപ தான் കൊടുക്കാം നിങ്ങൾ പറഞ്ഞില്ല 1 രൂപ കൊണ്ട് ഞാൻ ജീവിക്കാനാണ് തമാശയാക്കരുത് ഇല്ലില്ല 1 രൂപ വെച്ചിരുന്നേ വീട് കഴിച്ചു വേണ്ട ഞാൻ ചുമ്മാ നിങ്ങളല്ല പറഞ്ഞു 1 രൂപ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാം 1 രൂപ തലയെ ചുറ്റി കടലിടാം கலாபவன் மணின்ற ஒரு தெய்வத்தின் பாட்டு அந்த ஆளை தெய்வம்னு சொல்கிறது என்ன காரணம்னா என்னை போல் பாவங்களை எத்தனையோ அறியாத பாவங்களை பாம்பேலே வச்சு இன்றைக்கி பைசா கொடுத்துட்டோம் தாராவியில் புரோகிராம் வந்தப்போ நின்னாமிங்கே நின்னுங்கே எங்கோட்டா இலக்கும் நீ தனிச்சில்லு பேரியாவில்லு ഞാനും നടക്കാം അയാൾ പാട്ട് പഠിച്ചാൽ നമുക്ക് ഇതാവും ஏன்னா அயாள் கொடுத்த பஷ்ணம் 3000 ரூபாய் வந்து ஆ சமயத்து வந்து 30 லட்சம் போல் அதுபோல் அயாளை மறிச்சப்போ நான் இவட இல்லை தமிழ்நாட்டில் இந்த பராம்பட்டி இல்லை அதுபோல் ஒரு மனுஷன் வந்து பிறக்க மாட்டான் அது ஆள் கருத்து இல்லை சார் அது கோல்டு சார் ಮೆಂಟಲ್ ಎವಡನ್ನು ചോദിച്ചാൽ ആരും പറയും എന്നാ ഇവിടെ എല്ലാം സത്യം പറയുന്ന ആൾക്കാരെല്ലാം ഇവിടെ വട്ടെന്നാ പറയുന്നത് വെയിറ്റ്, പക്ഷെ സത്യത്തിൽ ഈ ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നല്ല. ഈ 1 രൂപയും കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും? ഒന്നോടാ ഫോർട്ട് കൊച്ചി. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മറൈൻ ഡ്രൈവ് വരെ പൈസ കൊടുക്കാണ്ട് പോകാനായിട്ടുള്ള പ്ലാനാണ്. സാധാരണ എല്ലാവരും ലിഫ്റ്റ് അടിച്ചല്ലേ പോകുന്നത്, ബൈക്കിനോ കാറിനോ ഒക്കെ. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് അടിച്ച് പോകാൻ പോകുന്നത്, അപ്പോൾ ഞാനിന്നൊരു വെറൈറ്റി ആയിട്ട് ബസ്സിന് ലിഫ്റ്റ് അടിച്ച് പോകാൻ പോവാണ്. നമുക്ക് പോയി ചോദിച്ചു നോക്കാം ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നു. പൈസ ഇല്ലാണ്ട് ഒരു വീഡിയോ ചലഞ്ചാണ്. 24 മണിക്കൂർ പൈസ ഒന്നും ഇല്ലാണ്ട് 1 ദിവസം ഫുള്ള് ജീവിക്കുക, യൂട്യൂബിലിടാൻ വേണ്ടി. അപ്പോൾ എന്നെ ഫ്രീ ആയിട്ട് മറൈൻ ഡ്രൈവ് വരുന്ന കൊണ്ടുപോകും. ചേട്ടൻ വരുന്നോ? ഷിൻഡോ. താങ്ക്സ് ചേട്ടാ. സെറ്റ്. ഞാൻ മറൈൻ ഡ്രൈവിലോട്ട് ഫ്രീ ആയിട്ട് ഷിൻഡോ ചേട്ടൻ എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു.
ഞാൻ മറൈൻ ഡ്രൈവിൽ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ബസ്സിന് ലിഫ്റ്റ് അടിച്ചാണ് മറൈൻ ഡ്രൈവ് വരെ വന്നത്. അപ്പോൾ ഇവിടെ ചെന്നിട്ട് ഇനി എന്തെങ്കിലും ജോലി കിട്ടുമോ നോക്കണം. അല്ല എവിടെയെങ്കിലും ജോലി ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? 1 രൂപ. ആ മോന് വേറെ ജോലിയൊന്നുമില്ല. ₹1 എന്തെങ്കിലും ജീവിക്കാൻ പറ്റൂലല്ലോ. പറ്റൂല. അപ്പം എന്ത് ചെയ്യും? என்னடுத்து ₹1 கொடுத்தா நான் ஒரு காஜா பிடி வாங்கி வெளிக்கும், இல்லை பெங்காலி பிடி, அதுவும் கிட்டில்ல. ஏன்னா 10 ரூபா கட்டு. സാർ ഇന്നൊന്നും ഉണ്ട്. അങ്ങനെ ജീവിക്കാൻ വേണ്ടി തൊഴിൽ അന്വേഷിച്ചിറങ്ങിയ എനിക്ക് അണ്ണൻ ഒരു ഐഡിയ പറഞ്ഞു തന്നു. ഒന്നൊന്നര ഐഡിയ. ഞാനങ്ങനെ മറൈൻ ഡ്രൈവിലെ ഏറ്റവും ഫേമസ് ആയ സ്ഥാപനത്തിലേക്ക് നടന്നു. ഇവിടെ നിന്നോ? ഞാനില്ലേ 24 മണിക്കൂർ പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ ഇറങ്ങിയത്. അപ്പം 24 മണിക്കൂർ ജോലി അല്ല പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ ഇറങ്ങിയത്. പണിക്ക് ചേർന്നുണ്ട്. പുള്ളിനെ പണിക്ക് ഒരു 10 മിനിറ്റ് ജോലി. 10 മിനിറ്റ് ഷൂട്ടിങ്. ഞാൻ താൻ ഡയറക്ടർ. ഓ സോറി, ഇവർ ഞാൻ മറന്നിട്ടില്ല. ഡയറക്ടർ ഇവരാണ്. അപ്പൊ ജോലി തരാമോ? ജോലിയൊക്കെ തരാം. നീ മര്യാദക്ക് ഇവിടെ നിൽക്കുമോ? അയ്യോ, ഞാൻ മര്യാദയ്ക്ക് നിൽക്കുന്നേ. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. ഞാനിപ്പം ജോലി ചെയ്യണ്ടേ? നീ ആളെ വിളിച്ചാൽ മതി. ആളെ വിളിച്ചാ ക്യാൻവാസ് ആളെ വിളിച്ചാൽ അകത്തോട്ട് കയറ്റി. അല്ലേ? விளையாடி நடந்த மயிலை வலையில்லாம பிடித்து தீனும் தினையும் கொடுத்து ബേസിക്കലി ഞാനൊരു ലവറാണ്. വെറും മിനിറ്റുകൾ മാത്രം ജോലി ചെയ്ത് എനിക്ക് അവിടുന്ന് 60 രൂപ കിട്ടി. എൻ്റെ ഫസ്റ്റ് സാലറി. കൊച്ചിയിൽ ഏറ്റവും എക്കണോമിക്കലായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ കൊച്ചി മുനിസിപ്പാലിറ്റി നടത്തുന്ന സമൃദ്ധി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. അവിടെ എന്താണെന്ന് വെച്ചാൽ വെറും 10 രൂപയ്ക്ക് ഉച്ചക്കത്തെ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതും ആയതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാം. ഒരാൾക്ക് ഒരു ദിവസം ജീവിക്കാൻ വേണ്ടിയിട്ട് 50 രൂപയൊക്കെ തന്നെ ധാരാളമാണ്. പക്ഷേ എൻ്റെ ഉള്ളിലെ സ്വപ്നം വെറും 50 രൂപയിൽ ഒതുക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ബിക്കോസ് എൻ്റെ ലക്ഷ്യം ഒരു കോടീശ്വരനാകുക എന്നുള്ളതാണ്. എൻ്റെ കയ്യിലിപ്പം ഒരു 60 രൂപയുണ്ട്. സോ ഞാൻ ഈ 60 രൂപയിൽ നിന്ന് കുറച്ച് പൈസയും കൊണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ പോവാം. ബാ. എൻ്റെ ഉള്ളിലെ കലാകാരനെ ഉണർത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാൻ പറ്റിയ ബിസിനസ് എന്താണെന്ന് ഞാൻ ആലോചിച്ചു. എനിക്കറിയായിരുന്നേട്ടാ, ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ വെള്ള പേപ്പറൊക്കെ കാണുമ്പോൾ കൈയൊക്കെ വിരിവിരാ വരും, എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ തോന്നും. പക്ഷെ അന്ന് തോന്നിയില്ല, ഇപ്പൊ തോന്നി. ഇനി കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. ഇനി ആർക്കും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയട്ടെ എന്നാന്ന്.
വേഴാമ്പരുത് തല എരിഞ്ഞിരിക്കുന്നത് കണ്ടോ കണ്ടോ വേഴാമ്പല് തല എരിഞ്ഞ് വേഴാമ്പലിൻ്റെ പൊള തേണ്ടി ഇത് പൂച്ചയാടാ. ഇത് കണ്ടിട്ട് എന്നാ ഒന്നും ആരോടെങ്കിലും ചോദിച്ചാലോ. വലിയ പ്രതീക്ഷയോട് കൂടി ഞാൻ വരച്ച ഡ്രോയിങ്സ് എല്ലാം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വഴിയിലോട്ട് രാവിലെ ഒരു ജോലി എടുത്തിട്ട് 50 രൂപ ഉണ്ടാക്കി. അതിനകത്തുനിന്ന് ഈ 10 രൂപ വെച്ചിട്ട് ഞാൻ പേപ്പർ മേടിച്ച് ഒരു പടവും വരച്ച്. ഒന്നല്ല 1-2 പടം വരച്ച്. അപ്പം ഇതെടുത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ അടുത്തൊന്ന് സഹായിക്കുമോ? കുഴപ്പമില്ല, സപ്പോർട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ ഇത്രയും കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ബിസിനസ് ഒക്കെ അടപടലം പൊളിഞ്ഞെങ്കിലും അവിടെ ഒന്നും ഞാൻ തളർന്നില്ല. ബിക്കോസ് ഐ ഓൾവേസ് ഹാഡ് എ പ്ലാൻ ബി. പക്ഷെ എന്താണ് ഈ പ്ലാൻ ബി? പ്ലാൻ ബി ആണ് ബോട്ടിൽ ഫ്ലിപ്പ് ചലഞ്ച്. 3 ചാൻസസിൽ ഒരു പ്രാവശ്യമെങ്കിലും ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് നേരെ നിർത്തണം. രജിസ്ട്രേഷൻ ഫീസ് വെറും 10 രൂപ, ജയിച്ചാൽ 20. അപ്പം ഈ ബോട്ടിൽ 2 തവണ ഫ്ലിപ്പ് ചെയ്താൽ 20 രൂപ സമ്മാനം തരാം. ഇല്ലെങ്കിൽ 10 രൂപ. ഇല്ലെങ്കിൽ 10 രൂപ രജിസ്ട്രേഷൻ. അറിയാല്ല, എന്നാ വേണ്ട. ഹലോ, ഇതെനിക്ക് കിട്ടിയൊരു വൈറ്റ് ചാൻസാണ്. ഞാനിങ്ങനെ അലഞ്ഞ് നടക്കുന്ന സന്ദർഭത്തിൽ ഇതാ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം എനിക്കൊരു ചാൻസ് തന്നേക്കണം. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞ് 20 രൂപ തരാം. ഇതൊരു സർക്കസ് അല്ല, ഇതൊരു സത്യാവസ്ഥയാണ്. സമയം കുറെ പോയെങ്കിലും എൻ്റെ പോക്കറ്റ് നിറഞ്ഞുകൊണ്ടേയിരുന്നു. വെറും 10 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഞാൻ ഉണ്ടാക്കിയത് 170 രൂപയാണ്. ചേച്ചിയാണ് ആദ്യമായിട്ട് സമ്മാനം കിട്ടിയത്. അതെ. ഒരു കോടീശ്വരനിലേക്കുള്ള ദൂരം കുറഞ്ഞു വന്നപ്പോൾ ഞാൻ എൻ്റെ ഭാവി അറിയാനൊന്നും തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ അമ്മൂമ്മയെ പരിചയപ്പെടുന്നത്. 1 രൂപയും കൊണ്ട് ജീവിക്കാൻ വന്നതാ. 1 രൂപ കൊണ്ട് ഞാൻ 1 രൂപ കൊണ്ടാണ് ജീവിക്കുന്നത്. എനിക്കൊരു എത്ര രൂപ വേണമെന്നറിയാം എൻ്റെ കുടുംബത്തിന് വേണ്ടി. എത്ര വേണം? കൂടി പോയ ഒരു ദിവസം കൂടി പോയ ഒരു 10-300 രൂപ 500 രൂപയുടെ കാശ് വേണം. അത് 500 രൂപ. ഞാൻ 1 രൂപ കൊണ്ട് ജീവിക്കാം. ഞാൻ 1 രൂപ കൊണ്ട് ജീവിക്കാൻ വന്നതാ. എന്നാലും നീ വിചാരിച്ചതൊക്കെ ഒരു കഴിഞ്ഞിട്ട് തരാൻ പറ്റി സാധിക്കും. മോനെ കൂടി സാധിക്കും. എൻ്റെ ഒന്നുമില്ല. ഈ മാറ്റങ്ങളൊക്കെ വരാൻ പോകുക നിൻ്റെ ജീവിതത്തിൽ. ഒരു പുതിയ പരിവർത്തനം നിനക്കുണ്ടാകും. വേണ്ട മോനെ, ആയുസ് ഇഷ്ടമുള്ള മോനാണ്, ദീർഘായുസ്സുകാരനാണ്. അതാണ് മോൻ്റെ ആയുസ്. 83 വയസ്സ് വരെ മോനെ ആയുസ്. പക്ഷേ ബുദ്ധി കുറവാണ്. ചില കാര്യങ്ങൾക്ക് ബുദ്ധി കുറവാണ്. എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടാകും. പക്ഷേ ചില കാര്യങ്ങൾ പരാജയത്തിൽ കിടക്കുവാണ്. സമയം 7 മണിയായിട്ടുണ്ട്. നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി 12 മണിക്കൂറും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടും അത് കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയും സ്റ്റേ അടിക്കാനും കൂടെ ഉള്ള പരിപാടിയും കൂടെ നോക്കാം. വാ. ഇത് മേടിച്ച് കഴിഞ്ഞാൽ മാക്സിമം ചിലവ് ചുരുക്കി നമുക്ക് ഇന്നത്തെ ഫുഡ് കഴിക്കും. പാമ്പ്, ഇവിടെ മൊത്തം പാമ്പൊക്കെയാണ്. മറൈൻ ഡ്രൈവിൽ ഇവിടെ ഇന്ന് രാത്രിയിൽ സ്റ്റേ അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. കാരണം ഒന്നാമത് ഇവിടെ തന്നെ
നല്ല റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ആവശ്യത്തിന് കൂടുതൽ പാമ്പും കൊതുകും ഉണ്ട്. പിന്നെ ഇതുപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നോട് ഇവിടെയുള്ളൊരു കടയിലെ ചേട്ടൻ പറഞ്ഞു ഇവിടെ സ്റ്റേ അടിക്കുകയെന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റേ അടിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ചേട്ടാ ഇവിടെ നൈറ്റ് കിടക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഇവിടെ നൈറ്റ് കിടക്കുന്നതിന് ഞാൻ കിടക്കുന്നതിൻ്റെ അടുത്ത് കിടന്നാൽ ഒരു കുഴപ്പമില്ല. ആ ഭാഗങ്ങളിൽ അവിടെ എവിടെ കിടന്നാലും പണിയാലേ ഷഡ്യല്ലാത്ത ബാക്കിയൊക്കെ ഊരിക്കൊണ്ടുപോകും. മേൽപ്പറഞ്ഞ സാധനത്തിന് ഷഡ്യല്ലാത്ത ബാക്കിയൊക്കെ ക്ഷാമം ഉള്ളതുകൊണ്ടും ഉള്ളിൽ ചെറിയ ഭയം ഉള്ളതുകൊണ്ടും സ്റ്റേ അടിക്കാൻ പറ്റിയ ഏറ്റവും സേഫായ സ്ഥലം ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. നമുക്കിന്ന് രാത്രിയിൽ ഇവിടെ അടുത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്, അവിടെ പോയി സ്റ്റേ അടിക്കാമെന്ന് വിചാരിക്കുന്നു. ഹലോ, ഇത് ചാലഞ്ചിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇനിയിപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം ഇന്നലെ നമ്മൾ ബസ്സിനാണ് ലിഫ്റ്റ് അടിച്ച് വന്നത്. അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കാണിച്ചു നമ്മൾ സൂപ്പർ പവർ എടുക്കാൻ പോകും. അല്ലെങ്കിൽ നീക്കളാ கப்பலாண்டி சொல்லுங்க என்ன ஏதாவது பிஸ்னஸ் கிடைக்குமா? பிஸ்னஸ் கப்பலாண்டி பிஸ்னஸ் செய்யலாம் சார். சூப்பர் பிஸ்னஸ், அதுதான் இப்போ லேட்டஸ்ட்டு. கப்பலாண்டியா? கப்பலாண்டி சார். வாங்க சொல்லுங்கள். எப்படி இருக்கும் பிஸ்னஸ்? கப்பலாண்டி பிஸ்னஸ் வந்து ரொம்ப நல்ல பிஸ்னஸ். பைசா கிட்டும். சூடு கப்பலாண்டி விற்றா 15, சாதா கப்பலாண்டி விற்றா 10. ஓகே, லெட்ஸ் டாக் பிஸ்னஸ். எஸ் ஓகே. ஆஃபர் க்ளோசர் சூன். बिजनेस பேசலாமா? ऑफर क्लोजेस सून. कपलांडी बिजनेस करो, पैसा कमाओ, एंजॉय करो. വഴി തീർന്നു. നമ്മൾ പിന്നെ ഇങ്ങനെ നടക്കാം. നമുക്ക് കപ്പലാണ്ടി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ സമയം കിട്ടിയാൽ തമിഴ്നാട്ടിൽ പോയി വാങ്ങിച്ചാൽ അവിടെ നിന്ന് വില കുറവാണ്. തമിഴ്നാട്? യെസ്. എനിക്കിനി 4 മണിക്കൂറും കൂടെ ബാക്കി. 4 മണിക്കൂർ ചെയ്യാം സാർ. നമുക്ക് സൈക്കിളിൽ പോവാം, ഫ്ലൈറ്റിൽ പോവാം, ബസ്സിൽ പോവാം, ട്രെയിനിൽ പോവാം. നമ്മൾ വൈബുള്ള ആളാട്ടോ. പിന്നെ സൈക്കിൾ പിന്നെ ഞാൻ ചവിട്ടിക്കൊള്ളാം. സാറ് പേടിക്കരുത് കേട്ടോ. സാർ ഒന്ന് വിഷമിക്കരുത്. मैं हूं ना तुम्हारे साथ, मेरे साथ भगवान है, भगवान के साथ हम हैं, जीसस है, हमारे साथ अल्लाह है, भगवान है, जीसस है, अल्लाह है. 3 in 1. मेरे को सब लैंग्वेज आता है मेरे भाई. നാഹി എന്ന് പറഞ്ഞാൽ നാഹി. അങ്ങനെ സെക്കൻഡ് ഡേയും ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ചേട്ടൻ്റെ ഞാൻ 5 കടല മേടിച്ചിട്ടുണ്ട്. നമ്മളിത് വിറ്റിട്ട് കുറേ പൈസ ഉണ്ടാക്കാൻ പോകല്ലേ? എത്ര രൂപ കിട്ടുമായിരിക്കും? ഒരു പൊതി വിറ്റാൽ നിങ്ങൾക്ക് 3 രൂപ. 3 രൂപ? 7 രൂപ വാങ്ങിച്ച് 10 രൂപ വിൽക്കുന്നുണ്ട്. ഒരു പൊതി വിറ്റാൽ 3 രൂപ. ഓക്കെ. അപ്പം ഞാൻ ചേട്ടൻ എത്ര പറഞ്ഞു? എനിക്ക് 7 രൂപ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ. ലെറ്റ്സ് ഡു ബിസിനസ്. കപ്പലാണ്ടി സാർ, കപ്പലാണ്ടി ചൂടുണ്ട്. ചൂട് കപ്പലാണ്ടി 10 രൂപ. 10 രൂപ വാങ്ങിച്ചോളി സാറേ. പാവം പയ്യന 10 3 രൂപ കിട്ടും ഈ പയ്യന്. കപ്പലാണ്ടി ചൂട് കപ്പലാണ്ടി സാർ എന്ന് പറയാം. ചൂട് കപ്പലാണ്ടി 10 ചൂടുണ്ട് സാർ. ചൂട് കപ്പലാണ്ടി. ചൂട് കപ്പലാണ്ടി അടിച്ച് മാറ്റിയല്ല, 2 എണ്ണം വിറ്റ്. കപ്പലാണ്ടി സാർ, കപ്പലാണ്ടി ചൂടുണ്ട്. ചൂട് കപ്പലാണ്ടി 10 രൂപ. 10 രൂപ. 10 രൂപ. താങ്ക് യു സാർ, താങ്ക് യു. ചൂട് കപ്പലത്തെ പറ കടല 10 ചൂടുണ്ട്. മുമ്പല്ലേ സെഞ്ചാണ് 10 രൂപ. സെഞ്ച മുമ്പല്ലേ ലോ ഭായ് 10 രൂപ. 10 രൂപ. 10 രൂപ. 10 രൂപ. 10 രൂപ സാർ. കപ്പലാണ്ടി ചൂടുണ്ട്. ചൂട് കപ്പലാണ്ടി വരക്കെ പറഞ്ഞേ 10 ചൂട് കപ്പലാണ്ടി. ഒരു കടല എടുക്കും. ഹായ് സെക്ടർ 3 രൂപ കിട്ടി അണ്ണാച്ചി എന്ന് പറഞ്ഞു. അശ്വിനി പൈസ വെച്ചോ. താങ്ക് യു സാർ. അടിച്ച് മാറ്റിയല്ലേ. എത്ര പൊതി കിട്ടി? 3 രൂപ കിട്ടി. നമുക്ക് സിനിമ കാണാൻ പോവാം 3 രൂപ വെച്ച്. ഓക്കെ. ചൂട് കപ്പലാണ്ടി. हेलो कपलांडी एतरा. हेलो मोने, कपलांडी कितना पैसा है? 10 रुपये. 8 रुपये में दोगे? नहीं. अरे दो यार, गरीब आदमी है.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊച്ചിയിൽ വെറും 20 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് ഒരു കരക്കമ്പി കേട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് വിട്ടു. നമുക്ക് ഇവിടുന്ന് രാവിലത്തെ ഫുഡ് കഴിക്കാം. ഇവിടെ ആണെങ്കിൽ എക്കണോമിക്കലായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ചേട്ടാ കഴിക്കാൻ എന്താ ഉള്ളത്? പൂരിയുണ്ട്, ഇതെന്താ കേട്ടോ? ഇടിയപ്പം ഉണ്ട്, ഇടിയപ്പം ഇത് ഉപ്മാവ്, ഇത് ഇടിയപ്പം. വേറെ പൊട്ടറ്റോ ബജി അല്ലേ? ചായ ഉണ്ട്, കാപ്പി ഉണ്ട്. അപ്പം ചേട്ടൻ എന്നെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നേക്കാണ് ചായയൊക്കെ തരാന്ന് പറഞ്ഞിട്ട്. ചേട്ടൻ ഭയങ്കര പാവമാണ് ചേട്ടൻ. പാട്ട് പഠിക്കും, ഭയങ്കര പാവമാണ്. ഇതാണ് ചേട്ടൻ്റെ വീട്. ഞാനവിടെ വെറുതെ ഇരുന്നപ്പോൾ ചേട്ടൻ മാത്രമാണ് എന്നെ വീട്ടിലോട്ട് ക്ഷണിച്ചത്. വാ നമുക്ക് പോയി ചായയൊക്കെ കുടിക്കാന്ന് പറഞ്ഞു. അപ്പം അത്രയും ഒരു സ്നേഹമുള്ള ഒരു ചേട്ടനാണ്. ഇതാണ് അപ്പം ചേട്ടൻ്റെ ചേച്ചിയുടെ വീട് അല്ലേ? സന്തോഷം. ഇതാ വീട്. വീട്ടില് പാപ്പയുണ്ട്. താങ്ക് യു ചേച്ചി. അപ്പം നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് ചായ കുടിക്കാം. വിശന്ന് വലഞ്ഞ് കയറി വന്ന എനിക്ക് അറിഞ്ഞ ആഹാരം തരാൻ തയ്യാറായ പെൺകുട്ടൻ മനസ്സുണ്ടല്ലോ. അതെ, ഇവിടെ വേറൊരാൾ ഉറക്കമാണ്. അവൻ ഉറങ്ങിക്കോട്ടെ. ചേച്ചിയുടെ പേര്? എന്റെ പേര് സബിത. ഇതാണ് അപ്പൊ ചേട്ടന്റെയും ചേച്ചിയുടെ വീട്. ഇലക്കം നീ തണിച്ചില്ലേ, പേടിയാവില്ലേ, കൂട്ടിൽ ഞാനും വന്നോട്ടെ നിന്നാവിനുങ്കേ. ഞങ്ങളെ പൊക്കോട്ടെ ചേച്ചി. ഓക്കെ ഏട്ടാ. ഫൈനലി ഈ ചലഞ്ച് തീരുമ്പം എൻ്റെ കയ്യിൽ 150 രൂപയാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഒരാൾ എന്നോട് വന്നിട്ട് പൈസ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ. കൂടാതെ എന്നെ ഈ ചലഞ്ചിൽ ഫുള്ള് ഹെൽപ്പ് ചെയ്ത ഈ ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ. കാണാം അടുത്ത വീഡിയോയിൽ. അങ്ങനെ സമയം ഇപ്പം ഏകദേശം 8 മണിയായി. ഒഫീഷ്യലി 24 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ കാണാം.